അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. വെങ്ങാനല്ലൂർ ക്വാറിക്കെതിരായ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധം. സ്ഫോടനം മൂലമല്ല വീട് തകർന്നതെന്നും റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ഗൂഢാലോചനയാണ് വാർത്തയ്ക്ക് പിന്നിലെന്നും മാനേജ്മെന്റ്. മാതൃകാപരമായ പുനരധിവാസം തുടരുന്നു. ചേലക്കര വെങ്ങാനല്ലൂരിൽ പ്രവർത്തിക്കുന്ന കോറിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതവും വസ്തുതാ വിരുദ്ധവുമാണെന്ന് കോറി മാനേജ്മെന്റ് CCBയോട് വ്യക്തമാക്കി. KA ജോസഫ് എന്ന വ്യക്തിയുടെ പേരിൽ ചേലക്കര പഞ്ചായത്തിൽ വെങ്ങാനല്ലൂർ പ്രവർത്തിക്കുന്ന കോറിക്കെതിരെ വന്ന ഒരു വാർത്തയായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം തരാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ പറയുന്ന 9-ാം തീയതി വാർത്തകളിൽ വന്നിരിക്കുന്ന പ്രകാരം തകർന്നു എന്ന് പറയുന്ന ഭവനം അവകാശവാദവും തികച്ചും വസ്തുതാവിരുദ്ധമാണ്. കാരണം ഏകദേശം 12 കൊല്ലത്തോളമായി താമസമില്ലാതെ അടച്ചു കിടക്കുന്നൊരു വീട്, ആ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5-6 വർഷത്തിന് മുമ്പ് അതിൻ്റെ മുകളിൽ മരം വീഴുകയും അതിൻ്റെ കേടുപാടുകൾ സംഭവിച്ചൊരു വീടായിരുന്നു. ആ വീട് കഴിഞ്ഞ മഴയ്ക്ക് മഴ കൊണ്ട് കാലപ്പഴക്കം കൊണ്ട് പൊട്ടി വീണൊരു വീടായിരുന്നു അതുണ്ടായിരുന്നത്. ആ വീടാണ് ചില വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ വ്യക്തിയും ഉടമസ്ഥരുമായി ചേർന്ന് ഇങ്ങനെയൊരു ആരോപണം ഈ സ്ഥാപനത്തിൽ ഉണ്ടാക്കിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോറി പ്രവർത്തനങ്ങൾ മൂലം വീട് തകർന്നു എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ ജനങ്ങളെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് മാനേജിംഗ് പാർട്ണർ സുബ്രഹ്മണ്യൻ ചൂണ്ടിക്കാട്ടി. 12 വർഷത്തോളമായി ആരും താമസിക്കാതെ ഒഴിഞ്ഞുകിടക്കുന്ന വീട് സ്വാഭാവികമായ കാലപ്പഴക്കം കൊണ്ടാണ് തകർന്നത്. ഇതിന് കോറിയിലെ സ്ഫോടനങ്ങളുമായോ മറ്റു പ്രവർത്തനങ്ങളുമായോ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലെന്ന് അധികൃതർ തെളിവുകൾ സഹിതം വ്യക്തമാക്കുന്നു. ഈ വാർത്ത വരും തലേ ദിവസം 8-ാം തീയതി ഈ സ്ഥലത്തിൻ്റെ ഓണർ എന്നെ വിളിച്ച് ഫോണിൽ സംസാരിക്കുകയും ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ഉണ്ടായി. അതിൻ്റെ വ്യക്തമായ കോൾ റെക്കോർഡ് വിവരങ്ങളും ഞങ്ങൾ ഇതിനോടൊപ്പം കൈമാറുന്നുണ്ട്. സുബ്രഹ്മണ്യൻ സാറാണോ? സുബ്രഹ്മണ്യനാണ് പറഞ്ഞത്. സുബ്രഹ്മണ്യാണ് പറയോ? അത് ഞാന് നിങ്ങളുടെ കോറി നടത്തുന്ന നിങ്ങളല്ലേ? അതെ. അതിന്റെ താഴത്തുള്ള വീട് വീണേ, ആ വെടി പൊട്ടിയപ്പോഴേ ആ താഴത്തുള്ള വീട് വീണു. ആ കുട്ടേട്ടന്റെ തൊട്ടപ്പുറത്തുള്ള വീട്. ഹലോ, കുട്ടേട്ടന്റെ തൊട്ടപ്പുറത്തുള്ള വീടോ? വീട് വെടി പൊട്ടിയപ്പോ ആ വീട് വീണു. നിങ്ങളുടെ വീട് എപ്പോ ഇവിടെ? ഞങ്ങൾ അവിടെ ആയിരുന്നു, ഇപ്പൊ തൃശ്ശൂരാണ് താമസിക്കുന്നത്. അല്ല ചേട്ടാ, ആ വീട് എന്ന് പൊളിഞ്ഞാടി കിടക്കണതാ. ഞങ്ങൾക്ക് അതിന്റെ ഫോട്ടോ ഉണ്ട്. നിങ്ങളെ ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. ഞങ്ങൾ വന്നപ്പോ അവിടെ വീടുകൾ നോക്കാൻ വേണ്ടി വന്നപ്പോ നിങ്ങളുടെ ചേച്ചി ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അതിനുശേഷം ഞങ്ങൾ അതിന്റെ ഫോട്ടോയും എടുത്തു വെച്ചതാണ്. അതിന്റെ മുകളിൽ ഒരു തെങ്ങ് വീണതിന് ശേഷമാണ് നിങ്ങൾ ട്രാൻസ്ഫർ താമസം മാറി പോയി എന്ന് ഞങ്ങളുടെ പേര് പറഞ്ഞതാണ്. അത് വെടി പൊട്ടിയിട്ട് പൊളിഞ്ഞൊന്നുമല്ല, ഓൾറെഡി പൊളിഞ്ഞ വീടാണ്. അതെ, അതൊരു പഴയ വീടാണ്. ഞങ്ങൾ അതിനൊരു ഗുസ്തി പിടിക്കാനൊന്നല്ല, അല്പം വീടൊന്നും നിങ്ങളൊന്നും അറിയാൻ വേണ്ടി പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ചേട്ടനും അറിയാലോ, അപ്പൊ ഈ മഴ പെയ്തപ്പോ സ്വാഭാവികമായിട്ടും അതുപോലെ ഓട് വീണ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമുള്ളൂ അതിന് മുകളിലുണ്ടായിട്ടുള്ളൂ. അല്ല, ഞങ്ങളതിൽ കൃത്യമായിട്ട് അതിന്റെ ഫോട്ടോ ഞങ്ങളത് ഭാവിയില് ഞങ്ങളൊരു വർഷത്തിന്റെ ഉള്ളില് അവിടുന്ന് എല്ലാവരെയും മാറ്റി താമസിപ്പിക്കുന്നുണ്ട്. നമ്മൾ കാരണം അത് പൊളിഞ്ഞാണ് നിങ്ങൾ പറയരുത്, അത് അടിസ്ഥാനരഹിതമാണ്. ഞാൻ പറഞ്ഞപ്പോ വെടി പൊട്ടിയപ്പോ അത് വീണു എന്നാണ് ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല. അതേപോലെ നിങ്ങൾ ഓൾറെഡി അവിടെ നിന്ന് ഞങ്ങളെ എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞ് ഞങ്ങൾ അതിന്റെ ഫോട്ടോ അടക്കം എടുത്ത് വെച്ച് വരച്ചെടുത്ത് അല്ല, ഞാൻ താങ്കളോട് അതിനെ കുറിച്ച് എതിർപ്പല്ല പറയുന്നത്. ഇങ്ങനൊരു സംഭവം നിങ്ങൾ ഉണ്ടായി, അത് നിങ്ങൾ അറിയിക്കേണ്ട ഒരു ചുമതലയുണ്ടല്ലോ എനിക്ക്. ഇങ്ങനൊരു സംഗതി ഉണ്ടായി, നിങ്ങളോട് എതിരിടാനോ ഗുസ്തിക്കോ ഒന്നിനല്ല. ഞാൻ വിളിക്കാം. എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് ഡീലാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങള്. അതായത് നിലവിൽ ഇവിടെ താമസിക്കുന്ന ആളുകളെയാണ് നമ്മൾ മാറ്റുക. അതിനുശേഷം അവിടെയുള്ള വീടുകൾ, ലാൻഡുകളായിട്ട് കിടക്കുന്ന വീടുകളും നമ്മൾ വാങ്ങും. ഇതെല്ലാം ഞങ്ങൾ ഒരു കൊല്ലത്തിനുള്ള ഞങ്ങൾ ചെയ്ത് തീർക്കും. നിലവിൽ 10 വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി 14 വീടുകളുടെ പണി ഇപ്പൊ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും.
ആ, 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 ആ. അത് കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ നിങ്ങളുടെ ഉൾപ്പെടെ ഒന്ന് അല്ല, രണ്ട് അത് മൂന്ന് ആൾക്കാരെ ലാൻഡ് ഉണ്ട്. അല്ല, ഞങ്ങളിപ്പോ തൃശ്ശൂര് താമസായ കാരണം കൊണ്ടേ ഇനിയിപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് മാറാന്നുള്ള ഒരു ഉദ്ദേശമാണ് തൃശ്ശൂരെ. ആ അപ്പൊ പിന്നെ ഞങ്ങൾക്കത് അവിടെ കിടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഒരു ന്യായമായ കാശ് കിട്ടണേ അത് കൊടുത്ത് മാറാന്നുള്ള ഒരു ഉദ്ദേശമാണ് നമുക്ക്. അതിനിപ്പോ നിങ്ങളോട് കുസ്തി പിടിക്കാനോ വേറെ ഒന്നിനല്ല. അല്ല, ഞാൻ പറഞ്ഞ ചേട്ടൻ പറഞ്ഞപ്പോ പറഞ്ഞതാണ്. അതെ, പൊട്ടിച്ചോണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറയാ. അതെ അതെ അതെ, അത് നമുക്കറിയാം. ആ വീട് കാര്യമില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? ഓക്കെ, അല്ല അതൊക്കെ എനിക്കറിയാം, നിങ്ങളുടെ വീട്ടിലതൊക്കെ എനിക്കറിയാം. അതെ 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 അതെ. ഇപ്പൊ ഞങ്ങൾ കുറച്ചു കാലമായിട്ട് അവിടെ താമസമൊന്നുമില്ല. ആ ശരി അപ്പൊ ശരി. അപ്പൊ നമുക്കത് കൊടുത്ത് മാറണമെങ്കിൽ വലിയൊരു സൗകര്യമായി. അപ്പൊ പിന്നെ അത് പെട്ടെന്ന് ഡീല് നടക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വീടിനു മുകളിൽ മരം വീണ് സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നുവെന്നും കഴിഞ്ഞ വർഷത്തെ കനത്ത മഴയിലാണ് വീട് പൂർണ്ണമായും തകർന്നതെന്നും മാനേജ്മെന്റ് അറിയിച്ചു. അദ്ദേഹം തന്നെ, അതിൻ്റെ ഉടമ തന്നെ പറയുന്നുണ്ട്, ഈ വീട് 10 വർഷങ്ങളായിട്ട് അടച്ചു കിടക്കുന്നതാണെന്നും അവർ തൃശ്ശൂർ ഭാഗത്ത് താമസിക്കുന്നതാണെന്നും ഈ സ്ഥാപനം ഇവരുടെ ഈ സ്ഥലം, ഈ പ്രോപ്പർട്ടി ഏറ്റെടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. ഈ സമയത്ത് ഞങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയുകയും നിലവിൽ ജനകീയപരമായ രീതിക്ക് ഇവിടെ ഈ കോറിൻ്റെ അടുത്ത് നടന്നൊരു മീറ്റിംഗ് പ്രകാരം കോറിക്കടുത്തുള്ള ഏകദേശം 24ഓളം വരുന്ന വീടുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് അന്ന് എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടെ നടന്ന ഒരു കമ്മിറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം ഇവിടെയുള്ള 24 വീടിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന നിർദ്ദേശം വയ്ക്കുകയുണ്ടായി. അപ്പോൾ അതുപ്രകാരം നിലവിൽ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് വീടും സൗകര്യങ്ങളും പണിതുകൊണ്ടിരിക്കുകയാണ്, നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് നടക്കുന്നതിന് ഒരു വർഷത്തെ ടൈം പീരീഡാണ് അതിന് അന്ന് ആ കമ്മിറ്റി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എല്ലാവിധ പ്രശ്നങ്ങളും ആളുകളെയും മാറ്റി പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യാമെന്നാണ് കമ്മിറ്റിക്ക് ഉറപ്പ് കൊടുത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാലയളവിൻ്റെ ഉള്ളിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള 100% ഉറപ്പ് നൽകിയതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അത് കൃത്യമായി അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും ഞങ്ങൾ കാണിച്ചു തരാൻ തയ്യാറുമാണ്. ഇങ്ങനത്തെ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും. നിലവിൽ ഇവിടെ താമസിക്കുന്ന വ്യക്തികളെ ആദ്യം മാറ്റി പാർപ്പിക്കുന്നതാണ് പ്രയോറിറ്റി എന്ന് മാത്രമാണ് ഈ വ്യക്തിയോട് നമ്മളൊരു നിർദ്ദേശമായിട്ട് പറഞ്ഞത്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ വിഷയങ്ങളും പരിഹരിച്ച് കൊടുക്കാം. കാരണം നിലവിൽ താമസമില്ലാതെ കേടുപാടുകൾ വന്നിരിക്കുന്ന ഒരു കടന്ന് നശിച്ചുപോയൊരു വീട് എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു ഭവനമാണ്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിനെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം, ആ പ്രോപ്പർട്ടി ഏറ്റെടുക്കുന്ന നടപടികൾ സ്വീകരിക്കാമെന്നും ഞങ്ങൾ ഉറപ്പ് കൊടുത്തിരുന്നതാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കെ കോറിക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ചിലരുടെ വ്യക്തിപരമായ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണെന്ന് കോറി അധികൃതർ ആരോപിച്ചു. കോറി തട്ടിയെടുക്കുന്നതിനു വേണ്ടി ചേലക്കര വെങ്ങാനല്ലൂർ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കറുത്ത കരങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്നും മാനേജ്മെന്റ് വെളിപ്പെടുത്തി. ചില വ്യക്തികളുടെ, അതായത് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിനെതിരെ ഒരു റിയൽ എസ്റ്റേറ്റ്, ഞങ്ങൾ ആ ഒരു സംഭവം തുറന്നു പറയുകയാണ്. റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിന് നടക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ ഒരു രീതിക്ക് അങ്ങനത്തെ ചില വ്യക്തികളുടെ വാക്കുകൾക്ക് അടിമപ്പെട്ടു എന്ന് വേണം എനിക്കിതൊന്ന് മനസ്സിലാവുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്യാമെന്ന് ഏറ്റിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട്, ഈ നിമിഷം വരെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരുമാണ് ഈ കാര്യത്തിൽ. അതേസമയം ജനകീയ സമിതിയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി മാനിച്ചുകൊണ്ട് കോറിക്ക് സമീപം താമസിക്കുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള മാതൃകാപരമായ പുനരധിവാസ നടപടികൾ കോറി മാനേജ്മെന്റ് നേരിട്ട് നടത്തിവരികയാണ്. സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത്, ഈ സ്ഥാപനം നിലവിൽ അവിടെ താമസിക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതിന് ശേഷം ഏകദേശം ഈ തന്നിരിക്കുന്ന 1 വർഷ കാലാവധിക്കുള്ളിൽ നിങ്ങളുടെ ഈ പ്രോപ്പർട്ടി ഞങ്ങൾ ഏറ്റെടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പിന്നീട് അറിയുന്നത് ഈ ഒരു ന്യൂസ് വരുമ്പോഴാണ് ഇതിങ്ങനെ ഒരു വിഷയങ്ങളാക്കി മാറ്റിയിരിക്കുന്നു ഇവരെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ വീട് തകർന്നു വീണിരിക്കുന്നത് ഇത് വാർത്തയിൽ അവർ ഉന്നയിച്ചിരിക്കുന്നത് പോലെ നമുക്ക് ഈ കോറിയുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ കൊണ്ടല്ല, മറിച്ച് ആ വീടിൻ്റെ കാലപ്പഴക്കവും അതിന് മുകളിലേക്ക് മരം വീണത് മൂലമുണ്ടായിരിക്കുന്ന വിഷയങ്ങളും കാരണം കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ആരോപണവും ഈ സംഗതിയും ഈ കോറിക്കെതിരെ വന്നിരിക്കുന്നത് തികച്ചും വ്യാജമാണ്, പരപ്രേരിതമാണ്. അതുപോലെ തന്നെ നിഗൂഢകരമായ മറ്റു ഉദ്ദേശങ്ങൾ ലക്ഷ്യം വെച്ച് മാത്രം ഇതിലൂടെ വന്നിരിക്കുന്നതാണ്.
ഇപ്പം നിലവിൽ ഈ വന്നിരിക്കുന്ന ന്യൂസിൽ ചില വ്യക്തികൾ ആരോപിക്കുന്നതായി ഞങ്ങൾക്ക് കണ്ടു. അതായത് ഈ പറയുന്ന സ്ഥാപനത്തിന് കൃത്യമായ ദൂരപരിധി ഇല്ലാന്ന്. പക്ഷേ ഈ സ്ഥാപനം വീടുകളിൽ നിന്നും ജനവാസ മേഖലയിൽ നിന്നും കൃത്യമായ നിയമം നിർദ്ദേശിക്കുന്ന അത്രയും ദൂരപരിധികൾ തന്നെ പാലിച്ചുകൊണ്ടാണ് നിലവിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മറ്റൊരു വ്യക്തി അതിൽ പറയുന്നത് കണ്ടു, ഈ ഭൂമിയുടെ, അതായത് ഇപ്പോൾ നിലവിൽ തകർന്നു എന്ന് പറയുന്ന വീടിൻ്റെ ഓണർ ഈ കോറി പ്രവർത്തനം തുടങ്ങിയതിന് മൂലമാണ് 2 മാസം മുന്നേ ഇവിടുന്ന് താമസം മാറിപ്പോയതാണെന്ന് പറയുന്നുണ്ടായി. പക്ഷേ അത് തികച്ചും നുണയാണ്, തികച്ചും വസ്തുതാവിരുദ്ധമായ സംഭവങ്ങളാണ്. കാരണം അങ്ങനെയൊരു സംഭവമല്ല. ഏകദേശം 12 വർഷത്തോളമായി ഈ വീട്ടിൽ താമസമില്ല. അത് ആരൊക്കും ആ പരിസര പ്രദേശങ്ങളിൽ അന്വേഷിച്ചാൽ അറിയാവുന്ന സത്യസന്ധമായ വസ്തുതയാണ്. ഈ ചാനൽ വാർത്തയിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന ഈ 2 വ്യക്തികളും പറഞ്ഞിരിക്കുന്ന ശുദ്ധ അസംബന്ധവും വ്യാജവുമാണെന്നും ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ്. വെങ്ങാനല്ലൂർ NMLP സ്കൂളിന് സമീപം 700 ചതുരശ്ര അടി വിസ്തീർണമുള്ള 4 വാർപ്പ് വീടുകളുടെയും എളനാട് റോഡിൽ ചാക്കപ്പൻ പടിക്ക് സമീപം 6 വീടുകളുടെയും നിർമ്മാണ പ്രവൃത്തികൾ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. മുൻപ് ഓടുവീടുകളിൽ താമസിച്ചിരുന്നവർക്ക് പകരം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ടെറസ് വീടുകളാണ് കോറി അധികൃതർ നിർമ്മിച്ചു നൽകുന്നത്. ബാക്കിയുള്ള 15 കുടുംബങ്ങൾക്കായി പുതിയ വീടുകളുടെ നിർമ്മാണം അടുത്ത മാസം തന്നെ ആരംഭിക്കുമെന്നും 1 വർഷത്തിനുള്ളിൽ മുഴുവൻ കുടുംബങ്ങളുടെയും പുനരധിവാസ പ്രക്രിയകൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും സുബ്രഹ്മണ്യൻ അറിയിച്ചു. സ്ത്രീകൾക്കെതിരെ ഭീഷണി മുഴക്കിയെന്ന ആരോപണം പൂർണ്ണമായും നിഷേധിച്ച മാനേജ്മെന്റ് വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. ഈ വീടുകൾ കയറി ഈ കോറിയുമായി ബന്ധപ്പെട്ടവരും പുരുഷന്മാരില്ലാത്ത വീടുകൾ കയറി സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നൊരു ആരോപണവും വന്നിരുന്നു. അങ്ങനൊരു സംഭവം തെളിവ് സഹിതം തരികയാണെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ സംഭവമില്ല. ആ സംഭവം ഞങ്ങൾ ഈ സ്ഥാപനം നിഷേധിക്കുന്നു. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇതിനൊരു സ്റ്റാഫോ മറ്റുള്ള ആരും ഇങ്ങനെ ഈ ഒരു രീതിക്കുള്ള ഒരു പ്രവൃത്തിയിലും ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യസന്ധമായ കാര്യം. ഞങ്ങൾ അവിടെ നിന്നുള്ള ജനകീയ കമ്മിറ്റി നിർദ്ദേശിച്ച പ്രകാരം മാത്രമാണ് ആ വീട്ടിൽ പോയിരിക്കുന്നത്. ഞങ്ങൾ പോയ ദിവസം മുൻകൂട്ടി അറിയിക്കുകയും ആ മുൻകൂട്ടി അറിയിച്ച പ്രകാരം ആ സമയത്ത് ആ ദിവസമാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. അന്ന് ആ വീട്ടിലുള്ള ഒരുവിധം ആ വീടുമായി ബന്ധപ്പെട്ട് ഉള്ള അതിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളും, സ്ത്രീകളും പുരുഷന്മാരും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ പോയിരിക്കുന്നത്. ഞങ്ങൾ ഒരാളെയും ഭീഷണിപ്പെടുത്തുവാനോ ഒന്നിനും ഞങ്ങൾ പോയിട്ടില്ല എന്നും. CCV ന്യൂസ് ചേലക്കര.